ഇന്നത്തെ കാലത്ത് ഗേറ്റ് ഓട്ടോമേഷനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വിൻപ്ലസ് ഈ ഒരു ഫീൽഡിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? വിൻപ്ലസിൻ്റെ ഗേറ്റ് ചെയ്യുന്നത് വിൻപ്ലസിൻ്റെ ഗേറ്റ് എല്ലാം സ്മാർട്ടാണ്. നമ്മൾ വിൻപ്ലസ് ഒരിക്കലും നോർമൽ ഒരു ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നില്ല, എല്ലാം സ്മാർട്ടാണ്. അതായത് നിങ്ങൾക്ക് വോയിസിൽ ഓപ്പൺ ദ ഗേറ്റ് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. സാധാരണ റിമോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ സിറി, അതുപോലെ അലക്സ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ ഗേറ്റ് ഓട്ടോമേഷൻ നിങ്ങൾക്ക് ഗേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ വിൻപ്ലസിൻ്റെ ഗേറ്റിന് എന്താ പറയുക, 2 വർഷം എല്ലാവരും വാറണ്ടി കൊടുക്കുന്ന പോലെ വിൻപ്ലസ് വാറണ്ടി കൊടുക്കുന്നത്. പക്ഷെ അത് കൂടാതെ 20 വർഷം വാറണ്ടി എക്സ്റ്റൻഷൻ വിൻപ്ലസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ വാറണ്ടി ഗ്യാരണ്ടിയാണ്. അതെ, ഗ്യാരണ്ടിയാണ്. ഓക്കെ, ദെൻ പിന്നെ ഇത് ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇതിൻ്റെ റേറ്റ് വളരെ ബൾക്കാവുന്നുള്ള രീതിയിലാണ് പലരും എൻക്വയറി പോലും ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ്? അല്ല, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ഗേറ്റിൻ്റെ എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്നനുസരിച്ചാണ് അതിൻ്റെ മോട്ടർ ചൂസ് ചെയ്യുക. നമുക്കിപ്പോൾ 500 kg ഉണ്ട്, 800 ഉണ്ട്, 1500 ഉണ്ട്, അങ്ങനെ മേലേക്ക് പോകുന്നുണ്ട്. അപ്പം എത്രത്തോളം ഗേറ്റിൻ്റെ വെയിറ്റ് കുറക്കുന്നു അത്രത്തോളം ഇതിൻ്റെ റേറ്റും കുറയും. ഏതായാലും സാധാരണക്കാരൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ വിൻപ്ലസിന് ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഗേറ്റും ഓട്ടോമാറ്റിക് ഗേറ്റും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇവരുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ.